നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ റിയൽറ്റിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ തിരുവാണൂർ എന്ന സ്ഥലത്താണ്. ഇവിടെയുള്ള ഒരു പോഷ് വില്ലയാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നമുക്ക് ഉള്ളിലോട്ട് പോയത് നമുക്കൊന്ന് കാണാം. ഓട്ടോമാറ്റിക് ഗേറ്റ് സിസ്റ്റമാണ് ഫ്രണ്ട് സൈഡിൽ നൽകിയിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ ഇടതു ഭാഗത്തായിട്ട് ശുദ്ധജലം ലഭിക്കുന്ന ഒരു കിണറുണ്ട്. ഇവിടെ നിന്നും വീടിൻ്റെ മുറ്റം വരെ നല്ല വീതിയിലുള്ള ടാർ റോഡാണ്. ഈ റോഡിൻ്റെ ഇരുവശവും കരിങ്കൽ ഭിത്തി കെട്ടി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. 1 ഏക്കർ 60 സെൻറ്റ് സ്ഥലത്ത് 7500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളായിട്ടാണ് ഈ വില്ല നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മുറ്റവും മറ്റ് വശങ്ങളും നാച്ചുറൽ സ്റ്റോണും പേവിംഗ് ടൈലും പാകി മനോഹരമാക്കിയിരിക്കുന്നു. ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപേ നമുക്ക് ഈ വില്ലയുടെ ചുറ്റും ഒന്ന് കാണാം. ഇതിൻ്റെ പുറകു ഭാഗത്തായിട്ട് 500 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ഈ വീടിൻ്റെ മുറ്റം ഉൾപ്പെടെ 4 വശങ്ങളും മനോഹരമായ രീതിയിൽ ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുൻവശത്ത് മുഴുവൻ നൽകിയിരിക്കുന്ന വരാന്ത ഈ വില്ലയെ കൂടുതൽ മനോഹരമാക്കുന്നു. 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന കാർ പോർച്ചും 10ലധികം കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന വിശാലമായ മുറ്റവുമാണ് ഈ വില്ലയുടേത്. ഈ വില്ലയ്ക്ക് 2 എൻട്രൻസ് ആണ് ഉള്ളത്. ഒരെണ്ണം ഡൈനിങ് ഏരിയയിലേക്കും മറ്റേത് ലിവിങ് ഏരിയയിലേക്കുമാണ് പ്രവേശിക്കുന്നത്. അകത്തേക്ക് കയറിയാൽ വലതു ഭാഗത്തായിട്ടാണ് ലിവിങ് ഏരിയ. നല്ല വലിപ്പത്തിലുള്ള ഈ ലിവിങ് ഏരിയയുടെ സീലിംഗ് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ 3 ബെഡ്റൂമുകളിൽ ഒരെണ്ണമാണിത്. 250 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് എല്ലാ ബെഡ്റൂമുകളുടെയും വലിപ്പം. യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു ബാത്റൂമാണിത്. രണ്ട് ബെഡ്റൂമുകൾക്കിടയിലുള്ള ഒരു കോർട്ട്യാർഡാണിത്. ഇതിലൂടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് ലഭിക്കുന്നതിനായി ഒരു പർഗോള നൽകിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഇൻബിൽറ്റ് കബോർഡ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതൊരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. സെൻട്രലൈസ്ഡ് AC ബെഡ്റൂമുകളാണ് ഈ വില്ലയിലുള്ളത്. ഇതൊരു ടോയ്ലറ്റ് കം വാഷിംഗ് ഏരിയയാണ്.
ഈ വില്ലയുടെ ഫ്ലോറിംഗ് മുഴുവൻ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഇമ്പോർട്ടഡ് മെറ്റീരിയൽസാണ് ഇതിൻ്റെ ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വില്ലയുടെ വുഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് തേക്കിലാണ്. ഇതാണ് ഈ വില്ലയുടെ മനോഹരമായ ഡൈനിങ് ഏരിയ. ഐലൻഡ് മോഡലിലുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് ഈ വില്ലയ്ക്കുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ കിച്ചണിൽ അവൈലബിൾ ആണ്. ഓപ്പൺ കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയിൽ ഗ്യാസ് അടുപ്പ്, ധാരാളം സ്റ്റോറേജ് സ്പേസ് എന്നിവ നൽകിയിട്ടുണ്ട്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെയും സീലിംഗ് മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒരേ പാറ്റേണിലുള്ള വിൻഡോ കർട്ടനുകളാണ് ഈ വില്ലയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് അപ്സ്റ്റെയറിലേക്കാണ്. അപ്സ്റ്റെയറിൽ വിശാലമായ ഒരു ലിവിംഗ് ഏരിയ ആണ് ഉള്ളത്. നാച്ചുറൽ ലൈറ്റ് ലഭിക്കുന്നതിനായി ഇവിടെ 4 പർഗോളകൾ നൽകിയിട്ടുണ്ട്. ഇത് അപ്സ്റ്റെയറിലെ 2 ബെഡ്റൂമുകളിൽ ഒരെണ്ണമാണ്. വിശാലമായ ഒരു ബാൽക്കണിയാണ് ഈ വില്ലയുടേത്. ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായ ഒരു ദൃശ്യഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ഇത് അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ഒരു ഇൻബിൽറ്റ് കബോർഡ് നൽകിയിട്ടുണ്ട്. ഇത് അപ്സ്റ്റെയറിലെ ബാക്ക് സൈഡാണ്. ഇവിടം ഒരു ഷട്ടിൽ കോർട്ടോ സ്വിമ്മിംഗ് പൂളോ ആക്കി മാറ്റാവുന്നതാണ്. ഈ മനോഹരമായ പോഷ് വില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. മറ്റൊരു മനോഹരമായ വീണ്ടും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.